തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സീറ്റുകളിൽ ധാരണയായില്ല. എന്താണ് കാരണം? MK സ്റ്റാലിനും KC വേണുഗോപാലും നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടില്ല. സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 18 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഇത്തവണ 40ഓളം സീറ്റുകളാണ് കോൺഗ്രസിന്റെ ആവശ്യം. അത്രയും സീറ്റുകൾ നൽകാനാകില്ലെന്ന നിലപാടിലാണ് DMK. വിനിത വേണു ഉണ്ട്. വിനിത വേണു, 25 സീറ്റിൽ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ നിലവിലത്തെ സാഹചര്യത്തിൽ? കഴിഞ്ഞ തവണ ഒരു വലിയ വേവായിരുന്നു, ഒരു തരംഗമായിരുന്നു. ആ തരംഗത്തിന്റെ ഭാഗമായി DMKയ്ക്കൊപ്പം കോൺഗ്രസും ജയിച്ചുപോയി. അവിടെ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. DMKയുടെ പച്ചപ്പിലാണ് അവിടെ കോൺഗ്രസ് നിന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ DMK? വിനീത വേണു. ഡോക്ടർ അരുൺ, അതാണ് പ്രതിസന്ധി. നമുക്കറിയാം, TVK വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്ന സമയത്ത് DMKയെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റുകളും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ആലോചനയോടെയാണ് അവിടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായാണ് KC വേണുഗോപാൽ MK സ്റ്റാലിനെ കാണാനെത്തിയത്. ഹൈക്കമാൻഡിന്റെ ഒരു സന്ദേശം MK സ്റ്റാലിന് കൈമാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ പോലും ഈ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. മുദ്ര വെച്ച ഒരു കവറിലാണ് ഇത്തരത്തിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൈമാറിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഔദ്യോഗികമായ ഒരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 40 സീറ്റുകൾ വേണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. 25 സീറ്റ് മത്സരിച്ചതിൽ 18 മാത്രമാണ് അന്ന് ജയിക്കാനായത്. അതും DMKയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം. ഏതു തന്നെയായാലും 25 സീറ്റുകൾ നൽകാം നിലവിൽ എന്നുള്ള ഒരു ധാരണയിൽ DMK ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ സീറ്റുകൾ നൽകാനാവില്ല എന്നും പറയുന്നു. മാത്രമല്ല DMDK ഉൾപ്പെടെയുള്ള ഒപ്പം എടപ്പാടി ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തന്നെ O പനീർശെൽവം ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ DMK പാളയത്തിൽ എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്കും കൂടുതൽ സീറ്റുകൾ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഏതായാലും കൂടുതൽ സീറ്റ് നൽകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗ് 4 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 3 സീറ്റിൽ മത്സരിച്ച അവരും ഒരു സീറ്റ് അധികം ചോദിക്കുന്നു. അത് 2 സീറ്റേ നൽകാൻ കഴിയൂ എന്നതാണ് DMKയുടെ ഒരു നിലപാട്. വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നറിയുന്നു. പക്ഷേ നിലവിൽ ചർച്ചകൾ വഴിമുട്ടിയ നിലയിലാണുള്ളത്. ഓക്കെ, താങ്ക് യു. വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 25 സീറ്റ് കൂടുതൽ കൊടുക്കാനുള്ള സാധ്യത നിലവിൽ വിരളമാണ്. TVK കൂടെ മറുഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് DMK അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇക്കുറി പോരാടാനിറങ്ങും.